नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 5 के इकाई 6 बांसुरी के बारे में पढ़ेंगे। 5th ക്ലാസ്സിലെ യൂണിറ്റ് 5 വരെ ഉള്ള എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാകും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുപഠിക്കണം. കൂടാതെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരു പ്ലേലിസ്റ്റിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കേരള സിലബസ് 5. അതിൽ പോയാലും നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് കിട്ടുന്നതാകും. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമ്മൾക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. ബാൻസുരി. എന്താണ് ഈ ബാൻസുരി എന്ന് പറഞ്ഞാൽ? ഓടക്കുഴൽ. ഓക്കെ, നമ്മൾക്ക് ആ ചിത്രത്തിൽ തന്നെ കാണാം. ഒരു കുട്ടി അവിടെ ഇരുന്ന് എന്താണ് ഓടക്കുഴൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്തൊക്കെ ആരാണ്? കുറേ മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ചുറ്റു തന്നെ നിൽക്കുന്നുണ്ട്. ആ മധുരമായ ശബ്ദം കേട്ടിട്ട് എന്താണ്, മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ വന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് നമ്മൾക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ദൂരെ ഒരു വീടും കാണാനുണ്ട്. മരം, ഒരു നദിയുടെ തീരത്താണ് ഈ കുട്ടി ഇരുന്നിട്ട് ഇങ്ങനെ ഓടക്കുഴൽ വായിക്കുന്നത്. ഇനി നമ്മൾക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ചിത്രമേ ക്യാ ക്യാ ഹേ? ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. യേ പക്ഷി ഓർ ജാൻവർ ക്യൂ ऐसे खड़े हैं? എന്തിനാണ് ഈ പക്ഷികളും പിന്നെ ഈ മൃഗങ്ങളും ഇങ്ങനെ അടുത്ത് വന്നിട്ട് നിൽക്കുന്നത്? ക്യാ ആപ് ജാൻതേ ഹേ യേ കോൺ ഹേ? നിങ്ങൾക്കറിയാമോ ഈ കുട്ടി ആരാണ് എന്ന്? നമ്മൾക്ക് ഇനി ഇതിൻ്റെ ഉള്ളൊരു ഉത്തരങ്ങൾ നോക്കാം. അപ്പോൾ ഇതിലെ ആദ്യത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ചിത്രമേ ക്യാ ക്യാ ഹേ? ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ചിത്രമേ ഫൂൽ, പൗധേ, पेड़, नदी, पशु पक्षी जैसे कि मोर, मेंढक, खरगोश, हिरण, गिलहरी आदि और एक छोटा सा घर है. എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? ചിത്രത്തിൽ ഫൂൽ എന്ന് പറഞ്ഞാൽ പൂക്കൾ, പൗധ എന്ന് പറഞ്ഞാൽ ചെടികൾ, പേട് മരങ്ങൾ, നദി ഒരു നദി ഒഴുകുന്ന കണ്ടില്ലേ അവിടെ, പശു പക്ഷി എന്താണ് മൃഗങ്ങൾ, പക്ഷികൾ. അപ്പോൾ ഏത് തരത്തിലുള്ള മൃഗങ്ങളൊക്കെയാണ്? മോർ മയിൽ, മേണ്ഡക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രോഗ് തവള, ഖർഗോഷ് മുയൽ, ഹിരൺ മാൻ, ഗിൽഹരി അണ്ണാൻ എന്നിവ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളാണ് അവിടെ കാണുന്നത്. പിന്നെന്താ കാണുന്നത്? ദൂരെ നമുക്കൊരു ചെറിയ വീടും കാണാം. ഛോട്ടാ സ ഘർ ഹേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഈ പക്ഷി ഓർ ജാൻവർ ക്യൂ ऐसे खड़े हैं? ഈ പക്ഷികളും ഈ മൃഗങ്ങളും എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? ये पक्षी और जानवर बांसुरी की मधुर आवाज में मग्न होकर खड़े हैं. പക്ഷികളും ഈ മൃഗങ്ങളും ബാൻസുരി ആ ഓടക്കുഴലിൻ്റെ മധുരമായ ഒരു ശബ്ദം കേട്ടിട്ട് അതിലിങ്ങനെ മുഴുകി നിൽക്കുകയാണ്. മകൻ എന്ന് പറഞ്ഞാൽ മുഴുകി നിൽക്കുകയാണ്. ക്യാ ആപ് ജാൻതേ ഹേ യേ കോൺ ഹേ? ഈ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? യേ ബാലക് മനു ഹേ. ഈ കുട്ടി മനു ആണ്. അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ. മധുർ സ്വർ ബാൻസുരി കാ ഗൂഞ്ച് രഹാ ഥാ. എന്താണ് മധുരമായ ശബ്ദം? എന്തിൻ്റെയാണ് ഈ മധുരമായ ശബ്ദം? ഓടക്കുഴലിൻ്റെ. ആ ഓടക്കുഴലിൻ്റെ മധുരമായ ശബ്ദം അവിടെ ഇങ്ങനെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഗൂഞ്ച് രഹാ ഥാ എന്ന് പറഞ്ഞാൽ മുഴങ്ങുന്നുണ്ടായിരുന്നു അവിടെ. സ്വർ എന്ന് പറഞ്ഞാൽ സ്വരം, ബാൻസുരി ഓടക്കുഴൽ. മനു കെ മൻ മേ ജബ് ഖുഷി ആ ജായേ ഗം ആ ജായേ പൂരെ ഗാവ് മേ ബാൻസുരി കി മീഠി ആവാസ് ഗൂഞ്ച്തി. എന്താണ് പറയുന്നത്? മനുവിൻ്റെ മനസ്സിൽ, മൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ, ഖുഷി ആ ജായേ സന്തോഷം വന്നാലും, ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം, സന്തോഷം വന്നാലും, ഗം ആ ജായേ സങ്കടം, എന്തെങ്കിലും സങ്കടം വന്നാലും എന്താണ് മനു ചെയ്യുക? പൂരെ ഗാവ് മേ ബാൻസുരി കി മീഠി ആവാസ് ഗൂഞ്ച്തി. ആ മുഴുവനും ആ നാട്ടിൽ എന്താണ് സംഭവിക്കുക? ആ ഗ്രാമത്തിൽ
മുഴുവനും നല്ല മധുരമായ ശബ്ദം, എന്തിൻ്റെ, ഓടക്കുഴലിൻ്റെ മധുരമായ ശബ്ദം മുഴങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് മനു ഓടക്കുഴൽ വായിക്കുന്നത്? അന്നല്ലെങ്കിൽ നല്ല സന്തോഷമുള്ള സമയത്ത്, അല്ലെങ്കിൽ നല്ല സങ്കടമുള്ള സമയത്ത് ആ ഓടക്കുഴൽ വായിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താവും, ആ മുഴുവൻ ആ ഗ്രാമത്തിൽ, ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, അവിടെ ആ ഓടക്കുഴലിൽ മധുരമായ ശബ്ദം മുഴങ്ങും. ഈ ഫസ്റ്റ് പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്സും നോക്കാം. മധുർ, മധുരം, സ്വർ, ശബ്ദം, ബാസുരി, ഓടക്കുഴല്, ഗൂഞ്ച്, മുഴങ്ങുക, മൻ, മനസ്സ്, ഖുഷി, സന്തോഷം, ഗം, സങ്കടം, മീഠി, മധുരം. മനു ഓർ ബാസുരി. മനുവിൻ്റെ ഓടക്കുഴലും. മനു കി ഏക് ബാസുരി ഹെ. മനുവിൻ്റെ കയ്യിൽ എന്താണ്, ഒരു ഓടക്കുഴലുണ്ട്. സുന്ദർ ഓർ ജാദുയി ബാസുരി. എങ്ങനത്തെ ഓടക്കുഴലാണ് മനുവിൻ്റെ കയ്യിലുള്ളത്? ഭംഗിയുള്ളത്. സുന്ദർ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്. ജാദുയി ജാലവിദ്യ അറിയുന്നത്, മാജിക്കൽ ബാസുരി. ഗാവ് കി ഹരി ഘാസ് ഭരി മേദാൻ മേ. ഗാവ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. എങ്ങനത്തെ ഗ്രൗണ്ടാണ് അത്? നിറച്ചും പച്ചപ്പുല്ലുകൾ. ഹരി എന്ന് പറഞ്ഞാൽ പച്ച, ഘാസ് എന്ന് പറഞ്ഞാൽ പുല്ലുകൾ. പച്ചപ്പുല്ലുകൾ നിറഞ്ഞ ഒരു ഗ്രൗണ്ടിൽ ജബ് വഹാ ബാസുരി ബജാത്ത. മനു അവിടെ ഓടക്കുഴൽ ഊതുമ്പം എന്താണ് സംഭവിക്കുക? കോയൽ, മോർ, ആദി ചിടിയ. കോയൽ എന്ന് പറഞ്ഞാൽ കുയിൽ, മോർ എന്ന് പറഞ്ഞാൽ മയിൽ, എക്സെട്ര. ആദി എന്ന് പറഞ്ഞാൽ എക്സെട്ര, അങ്ങനത്തെയൊക്കെ പക്ഷികൾ. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷികൾ. ഹിരൺ, ഖർഗോഷ് ജേസെ ജാൻവർ. ഏത് തരത്തിലുള്ള മൃഗങ്ങളൊക്കെയാണ് അവിടെ കാണുക? ഹിരൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ. ഖർഗോഷ് മുയൽ, അങ്ങനത്തെ മൃഗങ്ങൾ. ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗം. ഉസ്കെ ചാറോ ഓർ ഇഖട്ട ഹോത്തെ. എന്താണ്? മനു ഇങ്ങനെ ഓടക്കുഴൽ അവിടെ വായിക്കുമ്പം ചുറ്റും, ആ മനുവിൻ്റെ ചുറ്റും അവരെല്ലാവരും ഒത്തുചേരും. ഇഖട്ട എന്ന് പറഞ്ഞാൽ ഒത്തുചേരുക. ചാറോ ഓർ എന്ന് പറഞ്ഞാൽ ചുറ്റും. ഉസ്കി മീഠി ആവാസെ സാരാ ഗാവ് ഝൂം ഉഠ്ത. ആ മധുരമായ ശബ്ദം കേട്ടിട്ട്, ഓടക്കുഴലിൻ്റെ മധുരമായ ശബ്ദം കേട്ടിട്ട് നാട്ടിലെന്താണ്, ആ നാട് മുഴുവനും സന്തോഷം കൊണ്ട് ഇങ്ങനെ ആടി രസിക്കും എന്നാണ് പറയുന്നത്. സാരാ ഗം പിഘൽ ജാത്ത. ആ മധുരമായ ശബ്ദം കേട്ടാൽ എന്താണ്? മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള സങ്കടവും മറന്നു പോകും, ഉരുകി പോകുക. പിഘല എന്ന് പറഞ്ഞാൽ ഉരുകുക, ഗം എന്ന് പറഞ്ഞാൽ സങ്കടം. മനു ഓർ ബാസുരി കാ അട്ടൂട്ട് സംബന്ധ്. പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷനാണ്. തകർക്കാനാവാത്ത തരത്തിലുള്ള ഒരു ബന്ധമാണ് മനുവും ആ ബാസുരിയും ഓടക്കുഴലും തമ്മിലുള്ളത്. ഹർപൽ ദോനോ ഏക് സാത്ത്. ഏത് സമയവും, ഹർപൽ എന്ന് പറഞ്ഞാൽ ഏത് സമയവും രണ്ടുപേരും ഒരുമിച്ചേ കാണുകയുള്ളൂ. അടുത്ത പേജിലെ പുതിയ പദങ്ങളും അതിൻ്റെ മീനിങ്സും നോക്കാം. ജാദോയി, മാന്ത്രികം അല്ലെങ്കിൽ ജാലവിദ്യ. ഹരി, പച്ച. ഘാസ്, പുല്ല്. मैदान ഫീൽഡ് അല്ലെങ്കിൽ ഗ്രൗണ്ട്. കോയൽ, കുയിൽ. മോർ, മയിൽ. ചിടിയ, പക്ഷികൾ. ഹിരൺ, മാൻ. ഖർഗോഷ്, മുയൽ. ജാൻവർ, മൃഗം. ചാരോർ, ചുറ്റും അല്ലെങ്കിൽ ചുറ്റും നിൽക്കുക. ഇഖട്ട, ഒത്തുകൂടുക. ആവാസ്, ശബ്ദം. ഝൂം, ആടുക. പിഘൽ, ഉരുകി. അട്ടൂട്ട്, തകർക്കാനാവാത്ത. സംബന്ധ്, ബന്ധം. പൽ, നിമിഷം. ഖുഷി കാ ദിൻ ഥ. എന്താണ്? സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. നദി കെ കിനാരെ മനു ബാസുരി ബജാത്തെ ബജാത്തെ ചൽ റഹാ ഥ. നദിയുടെ തീരത്തിൽ നിന്ന്, കിനാര എന്ന് പറഞ്ഞാൽ തീരം, നദിയുടെ തീരത്തിൽ നിന്ന് മനു ആ ബാസുരി ഓടക്കുഴൽ ഇങ്ങനെ ഊതിക്കൊണ്ട് മെല്ലെ ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു. ചൽ റഹാ ഥ എന്ന് പറഞ്ഞാൽ നടന്നു പോകുകയായിരുന്നു. ചലത്തെ ചലത്തെ ഉസ്കാ പേർ ഫിസൽ ഗയ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുവിൻ്റെ കാല് പെട്ടെന്ന് ഇങ്ങോട്ട് വഴുതിപ്പോയി, അല്ലെങ്കിൽ തെന്നിപ്പോയി. ബാസുരി നദീമേ ഗിർപടി. അപ്പം എന്താണ് സംഭവിച്ചത്? ആ ഓടക്കുഴൽ നദിയിലേക്ക് ഇങ്ങോട്ട് വീണുപോയി. ഗിർപടി എന്ന് പറഞ്ഞാൽ വീണുപോയി. ബഹത്തി ബഹത്തി വഹ് ഏക് പത്ഥർ സെ ടക്കറാക്കർ രുക് ഗയി. ബഹത്തി ബഹത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകി ഒഴുകി പോയിട്ട് ആ ബാസുരി, ആ ഓടക്കുഴൽ അവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ടായിരുന്നു. ആ കല്ലിൻ്റെ മുകളിൽ പോയിട്ട് കൂട്ടിമുട്ടി. എന്നിട്ട് അവിടെ തന്നെ നിന്നുപോയി. ടക്കരാന എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക, രുഗ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിന്നുപോയി. ഈ പേജിലെ പുതിയ പദങ്ങൾ നോക്കാം.
കിനാരെ തീരത്ത്, പേർ കാല്, ഫിസൽ വഴുതിപ്പോയി, ഗിർ വീഴുക, പത്ഥർ കല്ല്, ടക്രാന കൂട്ടിമുട്ടി, റുഖ് നിൽക്കുക. ഈ യൂണിറ്റിലെ ഫസ്റ്റ് പോർഷൻ ഇവിടെ അവസാനിക്കുന്നു. നമ്മൾക്ക് ഇനി ഇതിലത്തെ ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കിസ്ക മധുർ സ്വർ ഗൂഞ്ച് രഹാ ഥാ? ആരുടെ മധുരമായ ശബ്ദമാണ് മുഴങ്ങിയിരുന്നത്? ബാസുരി ക മധുർ സ്വർ ഗൂഞ്ച് രഹാ ഥാ. ഏതിൻ്റെ? ഓടക്കുഴലിൻ്റെ മധുരമായ ശബ്ദമാണ് അവിടെ മുഴങ്ങിയിരുന്നത്. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ആൻസർ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ആൻസർ ബാസുരി എന്ന് മാത്രം എഴുതാൻ പാടില്ല. ആ ആൻസറിൻ്റെ കൂടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച ആ ക്വസ്റ്റ്യൻ്റെ ഭാഗം കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോഴാണ് ആൻസർ കറക്റ്റ് ആകുകയുള്ളൂ. നെക്സ്റ്റ്, ബാസുരി കി മീठी ആവാസ് ഗാവ് മേ കബ് ഗൂഞ്ജതി ഹെ? എപ്പോഴാണ് ആ ഓടക്കുഴലിലെ മധുരമായ ശബ്ദം ഗ്രാമത്തിൽ മുഴങ്ങുന്നത്? മനു കെ മൻ മേ ജബ് ഖുഷി യാ ഗം ആ ജായേ തബ് ബാസുരി കി മീठी ആവാസ് ഗാവ് മേ ഗൂഞ്ജതി ഹെ. മനുവിൻ്റെ മനസ്സിൽ സന്തോഷമോ അല്ലെങ്കിൽ സങ്കടമോ ഉണ്ടായാലാണ് ആ ഓടക്കുഴലിൻ്റെ മധുരമായ ശബ്ദം ആ ഗ്രാമത്തിൽ മുഴങ്ങുന്നത്. ബാസുരി കോൺ ബജാത്താ ഹേ? ബാസുരി ആരാണ് വായിക്കുന്നത്? ബാസുരി മനു ബജാത്താ ഹേ. ബാസുരി മനു ആണ് വായിക്കുന്നത്. മനു കി ബാസുരി കേസി ഹെ? മനുവിൻ്റെ ഓടക്കുഴൽ എങ്ങനെയാണ്? മനു കി ബാസുരി സുന്ദർ ഓർ ജാദുയി ഹെ. മനുവിൻ്റെ ഓടക്കുഴൽ എന്താണ്? നല്ല ഭംഗിയാണ് കാണാൻ, കൂടെ മാജിക്കലും കൂടിയാണ് അല്ലേ? മാന്ത്രികമുള്ളൊരു എന്തോ മാന്ത്രിക ശക്തി ഉണ്ട് എന്നല്ലേ നമ്മളതിൽ പഠിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, മനു കഹാ ബാഠ്കർ ബാസുരി ബജാത്ത ഹെ? എവിടെ ഇരുന്നിട്ടാണ് മനു ഓടക്കുഴൽ വായിക്കുന്നത്? മനു ഗാവ് കെ ഹരി ഘാസ് ഭരെ മേദാൻ മേ ബാസുരി ബജാത്ത ഹെ. മനു ആ ഗ്രൗണ്ടിൽ എവിടെയാണ്? നിറച്ചും പുല്ലുകൾ, പച്ചപ്പുല്ലുകൾ ഉള്ള ആ ഒരു മൈതാനത്തിൽ ഇരുന്നിട്ടാണ് ബാസുരി ഓടക്കുഴൽ വായിക്കുന്നത്. മനു കെ ബാസുരി ബജാനെ പർ കോൺ ചാരോ ഓർ ഇക്കട്ടെ ഹോത്തെ ഹെ? മനു ബാസുരി വായിക്കുമ്പം, ഓടക്കുഴൽ വായിക്കുമ്പോൾ ആരാണ് ചുറ്റും കൂടുന്നത്? മനു കി ബാസുരി ബജാനെ പർ കോയൽ, മോർ ആദി ചിടിയ और हिरन खरगोश जैसे जानवर इकट्ठे होते हैं. മനു ബാസുരി ഓടക്കുഴൽ വായിക്കുമ്പം കുയിൽ, മയിൽ എന്ന പക്ഷികളും പിന്നെ മാൻ, ഖർഗോഷ് മുയൽ എന്ന മൃഗങ്ങളും ഇവരൊക്കെയാണ് ഇങ്ങനെ അവിടെ ചുറ്റും കൂടി നിൽക്കുന്നത്. മനു ഓർ ബാസുരി കാ കേസാ സംബന്ധ ഥാ? മനു ബാസുരിയും തമ്മിൽ എന്ത് ബന്ധമായിരുന്നു ഉള്ളത്? മനു ഓർ ബാസുരി കാ അട്ടൂട്ട് ബന്ധൻ ഥാ. വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ബാസുരി കി മീठी ആവാസ് സുനനെ പർ ഗാവ് മേ ക്യാ ഹോത്താ ഥാ? ആ ഓടക്കുഴലിൻ്റെ മധുരമായ ശബ്ദം കേൾക്കുമ്പം ഗ്രാമത്തിൽ എന്താണ് സംഭവിച്ചിരുന്നത്? बांसुरी की आवाज़ सुनने पर सारा गांव झूम उठता और सब गम पिघल जाते. ബാസുരിയുടെ ആ ഓടക്കുഴൽ ശബ്ദം കേൾക്കുമ്പം ആ നാട്ടിലത്തെ എല്ലാവരും എന്താണ് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ആടിത്തുടങ്ങും. പിന്നെ അവരുടെ എല്ലാ വിഷമങ്ങളും അവർ മറന്നു പോകും. അടുത്ത ചോദ്യം, മനു നദി കെ കിനാരെ ക്യാ കർ രഹാ ഥാ? മനു നദിയുടെ തീരത്ത് എന്താണ് ചെയ്തിരുന്നത്? മനു നദി കെ കിനാരെ ബാസുരി ബജാത്തെ ബജാത്തെ ചൽ രഹാ ഥാ. മനു നദിയുടെ തീരത്തിൽ നിന്ന് ഓടക്കുഴൽ ഇങ്ങനെ വായിച്ചുകൊണ്ട് നടന്നു പോകുകയായിരുന്നു. ചലത്തെ സമയം മനു കെ സാത്ത് ക്യാ ഹുവാ? നടന്നു പോണ സമയത്ത് മനുവിന് എന്താണ് സംഭവിച്ചത്? ചലത്തെ സമയം മനു കാ പേർ ഫിസൽ ഗയ. ചലത്തെ നടന്നു പോകുന്ന സമയത്ത് മനുവിൻ്റെ കാല് വഴുതിപ്പോയി. ബാസുരി കഹാ ഗിർപടി? ആ ഓടക്കുഴൽ എവിടെയാണ് വീണത്? ബാസുരി നദി മേ ഗിർപടി. ബാസുരി ആ ഓടക്കുഴൽ നദിയിലേക്ക് വീണുപോയി. ബാസുരി കഹാ ജാക്കർ റുക് ഗയി? ആ ഓടക്കുഴൽ എവിടെയാണ് പോയി നിന്നത്? ബാസുരി പത്ഥർ സെ ടക്കറാക്കർ റുക് ഗയി. ബാസുരി ഒരു കല്ലുണ്ടായിരുന്നു അവിടെ, അതിൽ കൂട്ടിമുട്ടി അവിടെ തന്നെ നിന്നുപോയി. ഈ സെഷൻ നമ്മൾക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. ഈ സെഷനിൽ ചെയ്തവരുള്ള പോർഷൻസും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികളെ, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനത് നോക്കി അതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതാകും.
നമ്മൾക്കിനി നെക്സ്റ്റ് സെഷനിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചെയ്യാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ആൻഡ് വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ.